രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ രാഹുൽ ഈശ്വറിനെതിരെയുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് പറഞ്ഞു, മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആ കേസിലെ വാദി ഒരു പരാതി കൊടുത്തതായിട്ട് അറിയുന്നു. പക്ഷേ ഇതുവരെ രാഹുൽ ഈശ്വറിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു സേഫ്റ്റി മെഷർ എന്ന രീതിയിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി മുൻകൂർ ജാമ്യം സമർപ്പിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള പോലെ പോലീസ് നോട്ടീസ് നേരത്തെ കൊടുത്തു, നേരത്തെ സെർവ് ചെയ്തു എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. പക്ഷേ അദ്ദേഹത്തിന് നോട്ടീസ് എന്ന് വെച്ചാൽ സെക്ഷൻ 35 BNSS പ്രകാരമുള്ള നോട്ടീസ് 7 വർഷത്തിൽ താഴെയുള്ള ക്രൈമുകൾക്ക് ശിക്ഷ ലഭിക്കുന്ന ക്രൈമുകൾക്ക് കൊടുക്കേണ്ടതാണ്, നിയമപ്രകാരം കൊടുക്കേണ്ടതാണ്. പക്ഷേ അതുപോലുള്ള നോട്ടീസ് കഴിഞ്ഞ കേസിൽ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ കൊടുത്തിട്ടില്ല. എന്നിട്ട് കോടതിയിൽ പോലീസ് രാഹുൽ ഈശ്വർ അത് നിരസിച്ചു എന്ന് പറഞ്ഞ് കളവായി അദ്ദേഹത്തിനെതിരെ കളവായി കേസെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം 16 ദിവസം ജയിലിൽ കിടക്കുകയുണ്ടായി. അതിനുശേഷം വളരെ മാന്യമായ രീതിയിൽ ഒരു കുഴപ്പവുമില്ലാതെ ഫണ്ട് എങ്ങനെയാണോ കോടതി പറഞ്ഞിരിക്കുന്നത്, അതായത് കോടതി പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ത്രട്ടൻ ചെയ്യുക, അതായത് സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയോ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് മാത്രമാണ് കോടതിയിൽ പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു തടസ്സവുമില്ല. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതാണ്. ആ വീഡിയോ കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സേഫ്റ്റി മെഷർ എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യം അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇന്ന്. നാളെ അത് കേസ് വിളിക്കും. അതെന്തുവാണ് കോടതി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നാളെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നതായിരിക്കും.